എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് ഇത് ഓരോ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിനും ഐഡിയാസ് ഒക്കെ കിട്ടുന്നത് ഈ ഹോളിവുഡിലെ ഓരോ സിനിമ കണ്ടിട്ടാണെന്ന്. നമ്മൾ ഈ ജെയിംസ് ബോണ്ട് സിനിമകളിൽ വില്ലന്മാർ ഓരോന്നിച്ചൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ചെയ്യാൻ നോക്കുന്നത്. ട്രംപ് ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഡോം എന്നാണ് ഇതിന്റെ പേര്. ഇസ്രായേലിന്റെ അയൺ ഡോം ഒക്കെ പോലെ അമേരിക്കക്കാർ പുതിയൊരു ഡിഫൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഗോൾഡൻ ഡോം. അപ്പൊ എന്താണ് ഗോൾഡൻ ഡോം, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണ് ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം. നമ്മൾ ഇന്ത്യക്കാർ റഷ്യയിൽ നിന്ന് S-400 ഒക്കെ മേടിക്കില്ല, അതുപോലെ അവർക്ക് മേടിക്കേണ്ട, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോളും. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിപ്പോ വലിയ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ഈ മിസൈൽസും ഇവരുടെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നത് അങ്ങ് സ്പേസിലാണ്. എവിടെ? ഭൂമിയിലൊന്നുമല്ല, അങ്ങ് സ്പേസിൽ. അതായത് നമ്മുടെ സ്റ്റാർലിങ്കിന് കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ട്. അതായത് ഒരു ലോഡ് സാറ്റലൈറ്റ്സ് ഉണ്ട് സ്റ്റാർലിങ്കിന്. എന്തിനാണ്? ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ ഭൂമിയുടെ ചുറ്റുമുണ്ട്. 7000 സാറ്റലൈറ്റ് സ്റ്റാർലിങ്കിന് ഉണ്ട് എന്നാണ് കണക്ക്. അപ്പൊ അതേപോലെ ഒരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഇവർ ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് അതിനെ മിലിറ്ററൈസ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം അവർ സ്പേസിൽ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഏത് രാജ്യം എടുത്താലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആർക്കും ഇല്ല. ചിലത് ഇപ്പോൾ ഹൈപ്പർസോണിക് ഡിറ്റക്ട് ചെയ്യില്ല, ചിലത് ഇപ്പോൾ വേറെ എന്തെങ്കിലും മിസൈൽസ്, ചില പ്രത്യേക ഡ്രോൺസ് വന്നാൽ, ഒരു കൂട്ടം ഡ്രോൺസ് വന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റാൻ പോവാണ് ഇനിയിപ്പോൾ ബലിസ്റ്റിക് മിസൈൽ ആയാലും ഹൈപ്പർസോണിക് ആയാലും ക്രൂസ് മിസൈൽ ആയാലും ന്യൂക്ലിയർ വാർഹെഡ് ആയാൽ കൂടെ ആരെങ്കിലും ന്യൂക്ലിയർ സാധനം വിട്ടാൽ കൂടെ ഡിറ്റക്ട് ചെയ്ത് അതിനെ സോഴ്സിൻ്റെ അവിടെ തന്നെ, അതായത് ഇപ്പം നമ്മൾ എയറിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ്, ഇന്ത്യൻ്റെ എയറിലേക്ക് വന്നാലല്ലേ അത് മിസൈൽ വിട്ട് അതിന് ഇതാക്കുക. ഇതല്ല, ഇത് അതായത് ഈ അമേരിക്കയുടെ ആ ഒരു ഇവരുടെ ആ ഡിഫൻസ് സിസ്റ്റം അമേരിക്കൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ അത് തകർക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് ഇവിടെ വെച്ച് പറയുന്നത്. അമേരിക്കയുടെ എയർ സ്പേസിൻ്റെ അകത്ത് പോലും ഒരാളുടെ മിസൈൽ ഇനി കടക്കില്ല എന്നാണ് ഇവർ തള്ളിമറിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് റെഡി ആവുമെന്ന് ട്രംപിനോട് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് 2029 റെഡി ആവും. അതായത് പുള്ളിയുടെ ഭരണം കഴിയുമ്പോഴേക്കും റെഡി ആവുന്നൊക്കെയാണ് പറയുന്നത്. അത് എല്ലാവരും ഒരു കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ഒരിക്കലും ആവില്ല, കാരണം ഇത് ചില്ലറ കളിയൊന്നുമല്ല, ഇതൊക്കെ കൊല്ലങ്ങൾ പിടിക്കുന്ന സാധനമാണ്. ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ റെഡി ആവില്ല എന്നാണ് ട്രംപിനെ കളിയാക്കുന്ന എല്ലാവരും. അതേപോലെ റഷ്യയും ചൈനയും ഇതിനെ എതിർക്കുന്നുണ്ട്. ഈ സ്പേസ് ഒന്നും മിലിറ്ററൈസ് ചെയ്യരുത്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങളായിട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെറിയ അസൂയ ഉണ്ടാവും ഓഫ് കോഴ്സ്. അപ്പോൾ അവർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ജെയിംസ് ബോണ്ടിന്റെ ഡൈ അനദർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഞാൻ ഇതേപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇവർക്കും അത് കണ്ടിട്ട് തന്നെയായിരിക്കും ഈ ഐഡിയ ഒക്കെ കിട്ടുന്നത്.